നാലാമത്തെ അധ്യായത്തിലെ വാഴ്ത്തപ്പെട്ട അലനെക്കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധ ഡൊമിനിക്ക് പരിശുദ്ധ ജപമാലയുടെ സഹോദര സംഘം സ്ഥാപിച്ചതിന് ശേഷം അതിൻ്റെ ആരംഭത്തിലുണ്ടായിരുന്ന ആ ഒരു ആവേശം ഒരു നൂറ്റാണ്ട് കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ജനങ്ങളൊക്കെ ജപമാല അവഗണിക്കാനും അതിനെ ചൊല്ലാതിരിക്കാനും ഒക്കെ തുടങ്ങി. ഇതിനെ തുടർന്ന് ദൈവം അവിടുത്തെ ജനങ്ങളെ ശിക്ഷിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ലോകമാകെ ഒരു പകർച്ചവ്യാധി രൂപം കൊണ്ടു. അത് ആദ്യം കിഴക്കൻ യൂറോപ്പിൽ തുടങ്ങി, പിന്നീട് അത് ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, പോളണ്ട്, ഹംഗറി അങ്ങനെ പല സ്ഥലങ്ങളിലും വ്യാപിച്ചു. വളരെ ഭയാനകമായ ഒരു പകർച്ചവ്യാധിയായിരുന്നു അത്. അതാണെങ്കിൽ അത് ബാധിച്ചിട്ട് 100 പേരിൽ ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിരുന്നുള്ളൂ. ഈ പകർച്ചവ്യാധിയെ തുടർന്ന് അവിടുത്തെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെ അവിടുത്തെ ആളുകളൊക്കെ ഇല്ലാതായി വിജനമായിട്ട് മാറി. ഈ പകർച്ചവ്യാധിയെ തുടർന്ന് ഫ്ലജല്ലൻസ് പാഷണ്ഡതയും പിന്നീടൊരു ശീഷ്മയും ഉടലെടുത്തു. ഈ പരീക്ഷകളൊക്കെ പൂർത്തിയായതിനു ശേഷം പരിശുദ്ധ മാതാവ് വാഴ്ത്തപ്പെട്ട അലന് പ്രത്യക്ഷപ്പെടുകയും ജപമാലയുടെ സഹോദര സംഘം പുനരുദ്ധരിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു ദിവസം വാഴ്ത്തപ്പെട്ട അലൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കുർബാനയ്ക്കിടയിൽ വെച്ചിട്ട് കർത്താവ് അലനോട് പരിശുദ്ധ ജപമാലയുടെ മഹാത്മ്യത്തെക്കുറിച്ച് സംസാരിച്ചു. യേശു അലനോട് ഇങ്ങനെ പറഞ്ഞു: ഇത്രയും പെട്ടെന്ന് വീണ്ടും എന്നെ ക്രൂശിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? ആ ഒരു സമയം അലന് ഒന്നും മനസ്സിലാവാണ്ട് ഈശോയോട് തിരിച്ചു ചോദിച്ചു, കർത്താവെ, അങ്ങ് എന്താണ് പറഞ്ഞത്? അപ്പോൾ ഈശോ പറഞ്ഞു, നിന്റെ പാപങ്ങളാൽ മുമ്പൊരിക്കൽ നീ എന്നെ ക്രൂശിച്ചു. നീ പതിവായി ചെയ്യുന്ന പാപങ്ങളാൽ എൻ്റെ പിതാവ് നിന്ദിക്കപ്പെടുന്നതിനേക്കാൾ ഭേദം സ്വമനസ്സ ഞാൻ വീണ്ടും ക്രൂശിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ നീ എന്നെ വീണ്ടും ക്രൂശിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ അമ്മയുടെ ജപമാല പ്രഘോഷിക്കേണ്ടതാണെന്ന പൂർണ്ണമായ ജ്ഞാനവും തിരിച്ചറിവും ഉണ്ടെങ്കിലും നീ അത് ചെയ്യുന്നില്ല. ഇതുമാത്രം ചെയ്യുന്നുവെങ്കിൽ ധാരാളം ആത്മാക്കളെ ശരിയായ പാത പഠിപ്പിക്കുവാനും അവരെ പാപത്തിൽ നിന്നും അകറ്റുവാനും നിനക്ക് സാധിക്കും. പക്ഷേ നീ അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്ന പാപങ്ങൾക്കെല്ലാം നീ തന്നെയാണ് കുറ്റക്കാരൻ. യേശുവിൻ്റെ ഭയപ്പെടുത്തുന്ന ഈ ഒരു ശകാരം കേട്ട അദ്ദേഹം ജപമാല പ്രഘോഷിക്കാനുള്ള ദൃഢനിശ്ചയം എടുക്കുകയും ജപമാലയെ കൂടുതൽ ശക്തിയോടെ പ്രഘോഷിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. വാഴ്ത്തപ്പെട്ട അലനെ ഈശോ മാത്രമല്ല ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ജപമാലയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത്. പരിശുദ്ധ മാതാവും വിശുദ്ധ ഡൊമിനിക്കും ഒക്കെ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും ജപമാല ഭക്തി പ്രഘോഷിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.